പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിനം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഭക്ഷണ കമ്മിറ്റിയും അതുപോലെ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ് ഫുഡ് കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അവസാന ദിവസം ആദ്യ ദിവസം നാടൻ സദ്യ, പായസം, അതുപോലെ വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെയുള്ള അവസാന ദിവസം നെയ്പായസം അടക്കം ഒരുപാട് വിഭവങ്ങളാണ് പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഭക്ഷണ കമ്മിറ്റിയെക്കുറിച്ചും അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ചേട്ടന്മാരെടുത്തും കുട്ടികളോടൊക്കെ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിവസം ഈ ഫുഡെന്ന് ചോദിച്ചു വരാം. ഫുഡ് കമ്മിറ്റിയുടെ അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതാപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവസാന ദിവസം കഴിഞ്ഞു, ആ ഉത്സവം പൊന്നാനി ഉത്സവമാക്കിയത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ? ഭക്ഷണം വളരെ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. വളരെ സന്തോഷം. KPST എന്ന അധ്യാപക സംഘടന നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഭക്ഷണ കമ്മിറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെ നല്ല രീതിയിലുള്ള അപ്രീസിയേഷനാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയും ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി അടക്കമായി രുചികരമായ ഭക്ഷണമാണ് നമുക്ക് എല്ലാവർക്കും വിളമ്പിയത്. രുചികരം മാത്രമല്ല, വളരെ ശുചിത്വത്തോടു കൂടി ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടിയായിട്ടാണ് നമ്മളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം നമ്മൾ 2850 ആളുകൾക്കാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത് 2200 ആളുകൾക്കാണ്. മൂന്നാമത്തെ ദിവസം കൊടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇതുമായി കുട്ടികൾക്കും ഒഫീഷ്യൽസിനും കൊടുത്ത് 3100 കുട്ടികൾക്ക് കുട്ടികൾക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 3100 ആളുകൾ കൊടുത്തു. ഇന്ന് ഏകദേശം 2200 ആളുകൾക്ക് ഇന്നും ഭക്ഷണം കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പോലും പരാതി പറയാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതികളിൽ ഇത്തരം മേളകൾ നടക്കുമ്പോൾ 100 കണക്കിന് കുട്ടികൾ ക്യൂ നിൽക്കുകയും ആ ക്യൂ നിൽക്കുന്നത് തന്നെ ഒരു വെയിലത്ത് നിൽക്കുന്നതൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി ഉപജില്ലാ കലാമേളയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും, ഒരു കൊച്ചുകുട്ടി പോലും എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, ഒഫീഷ്യൽസ് ഭക്ഷണം കിട്ടിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള പരാതി ഒരാളും പറയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എല്ലാ ദിവസവും പായസം, ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി, ഇന്ന് നെയ്പായസമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും പായസം, എല്ലാ കുട്ടികൾക്കും പായസം കിട്ടിയെന്നുള്ളതാണ്. ഇനിയിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല രീതിയിലും എല്ലാ പ്രസ്ഥാനങ്ങളും, നമ്മുടെ മാതൃപ്രസ്ഥാനങ്ങളും ഒക്കെ വളരെ നന്നായി നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സും അതുപോലെ തന്നെ അവരുടെ പിന്നെ വയറും നിറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മേള കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഹാരം അല്ലെങ്കിൽ വയറ് നിറയുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളത്. അത് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അധ്യാപക സംഘടന എല്ലാ പ്രാവശ്യവും ഏറ്റെടുക്കാറുണ്ട്, ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഇവർ നല്ല ഒരു അധ്യാപക കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ഭക്ഷണകാര്യം വളരെ റിസ്ക് പിടിച്ച കാര്യം. അത് ഭംഗിയായിട്ട് ചെയ്യാൻ ഈ സംഘടന എല്ലാ പ്രാവശ്യവും, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ടാണ് ചെയ്തത്. കൃത്യമായി ഭക്ഷണ കമ്മിറ്റി ഭംഗിയായിട്ട് ഇവിടെ അവസാന ദിവസം മനോഹരമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വിശേഷങ്ങൾ, ഉള്ളിലൊക്കെ ആരൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഊട്ടുപുരയിലേക്കും പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണ് അവരോട് ചോദിക്കാം. അവരാണ് നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം വളരെ രുചികരമായിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. നേരത്തെ അവിടുന്ന് സാറുമാരൊക്കെ സൂചിച്ചു മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഇവിടുന്ന് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് സംശയമില്ല, എല്ലാവർക്കും സന്തോഷമായിട്ടാണ് പോണത്. അപ്പം വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് അല്ലേ? മറ്റേ ബജ്ജിയാണ്, കായ ബജ്ജി. ചായ മതി, ചായ. എത്ര ദിവസമായി ഇവിടെ കൂടിയിട്ട്?
ഈ 4 ദിവസങ്ങളായിട്ട് നടന്ന നമ്മുടെ AVI സ്കൂളിൽ നടന്ന പരിപാടിയിൽ, അതായത് നമ്മുടെ സബ് ജില്ലാ യുവജനോത്സവത്തിൽ നമുക്ക് ഇവിടെ എന്താ പറയുക, യഥേഷ്ടമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അത്രയും നല്ല പരിപൂർണമായ സഹകരണം അധ്യാപകരുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും എല്ലാം, അതുപോലെ തന്നെ ഞങ്ങൾക്കും അവരുടെ ആ സന്തോഷം ഞങ്ങൾക്കും പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്തിനാ മോശമാക്കുന്നത്? ഞങ്ങൾ അതിലും ഗംഭീരമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. 5 ദിവസമായി ഈ ഒരു ഇവിടെയുള്ള ഇത്രയും ദിവസത്തെ അത് കാര്യമൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടാവില്ല ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ? എല്ലാവരും നല്ല മാഷന്മാരൊക്കെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരിത് ഇത്ര. എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. അവസാന ദിവസം എല്ലാവരും വയറ് നിറഞ്ഞാണ് പോകുന്നത്. നമുക്കിനി ഹാളുകളിൽ അല്ലെങ്കിൽ സ്റ്റോൾ ഇവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് വരാം. ഏകദേശം കഴിയാറായി. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു. അത്രയും എന്നിട്ട് പോലും ഇവിടെ നല്ല തിരക്കാണ്. മക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നടാ ഫുഡ്? അടിപൊളിയാണ്. ഇന്നത്തെ എന്തൊക്കെയാ സ്പെഷ്യൽ? ഇന്ന് എന്തൊക്കെയാണ്? പുളിഞ്ചുണ്ട്, അച്ചാറുണ്ട്, പിന്നെ എന്തോ മസാല ഉണ്ട്. പായസം കിട്ടിയോ? പായസം കൊടുത്തരാറുണ്ട്. വെയിറ്റിംഗ് ആണ്. ഇന്നെന്താ നെയ്പായസാണെന്ന് പറഞ്ഞു? അറിയില്ല, ഞങ്ങള് ചോദിച്ചിപ്പോ വരാന്ന് പറഞ്ഞു. മക്കളെ ഏത് സ്കൂളാ? അടിപൊളി, നല്ല രസമുണ്ട്. പായസമൊക്കെ ഇഷ്ടമായി? പായസം കുടിച്ചോ? ഇഷ്ടായി. നമുക്കിത് അവിടെ ടീച്ചേഴ്സും അതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഇന്ന് അവസാനത്തെ ദിവസമല്ലേ? അല്ലേ? അവസാനത്തെ ദിവസം ഇത്രയും ദിവസം ഇവിടെ കിടന്ന് നമ്മുടെ മക്കൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഭക്ഷണം ഇതുപോലെ സെർവ് ചെയ്തൊരു മനസ്സും വയറും നിറഞ്ഞു. അതെ, തീർച്ചയായും മനസ്സും വയറും നിറഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും വളരെ നല്ല ഫുഡ് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. എല്ലാം സന്തോഷം കൊണ്ട് തന്നെ. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മാനേജ് ചെയ്യാൻ പറ്റായിക അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പറ്റായികയില്ല. ഞങ്ങൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 4 ക്ലാസ് റൂമിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൂടാണ്ട് ജഡ്ജസിനും ഒഫീഷ്യൽസിനും അവരുടെ വല്ലാതെ തിരക്ക് വരാതിരിക്കുക അവിടെ ഒരു റൂമുണ്ട്. കൂടാതെ 3, 4, 5, 6, 7, 8 കൗണ്ടറുകൾ വരെ ക്ലാസ് റൂമുകളായിട്ടുണ്ട്. അത് കാരണം ഒരു നേരം പോലും ഒരു പരിധി വിട്ട് ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. വരുന്നവരെ ഞങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നടന്നത്. തിരക്കൊക്കെ കുറവ്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവ്. പക്ഷേ തിരക്ക് നിയന്ത്രിക്കുന്ന നമുക്കത് നമ്മുടെ കൺട്രോളിൽ പോകുന്നുണ്ട്. അറേഞ്ച്മെന്റ് ഓക്കെ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ടീച്ചർ എന്തൊക്കെയാ പറയാനുള്ളത്? എല്ലാം നല്ല രീതിയിൽ തന്നെ, നല്ല ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണങ്ങളായിരുന്നു. എല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും സെർവ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകരും എല്ലാവരും കൂടിയാണ്? അല്ല, ഈ സബ് ജില്ലയിലെ മൊത്തം എല്ലാ അധ്യാപകരും കൂടി. സംഘടനയുടെ അധ്യാപകരും പിന്നെ നമ്മുടെ BEd പിള്ളേർ, പിന്നെ NCC, SPC അങ്ങനെയുള്ള ഉഷാറായി അല്ലേ? അപ്പോൾ അവസാനത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഭയങ്കര മനസ്സും വയറും നിറഞ്ഞൊരു സമയമാണ്. എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. എത്ര വൈകിയാൽ പോലും അത്രയും വൈകുന്നേരം വരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു തിരക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ടാണ് ഇവർക്കൊക്കെ ഇവിടെയുള്ള ഫുഡ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് നല്ല കാര്യം. ഈ അവസാന ദിവസം ആയപ്പോഴത്തേക്കും മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇവിടുന്ന് പോകുന്നത്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NC News.